പാതയോരങ്ങളിൽ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ സ്ഥാപിച്ച കൊടിത്തോരണങ്ങളിൽ ജില്ലയിൽ ഇതുവരെ 525 എണ്ണം നീക്കം ചെയ്തു. ഇവ അനധികൃതമായി സ്ഥാപിച്ചതിനും യഥാസമയം നീക്കം ചെയ്യാത്തതിനും 4,05,500 രൂപ പിഴ ചുമത്തിയിരുന്നു. ഇതിൽ 1,18,000 രൂപ ഈടാക്കി. അതേസമയം ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ സ്ഥാപിച്ച ഹോർഡിങ്ങുകൾ, ബോർഡുകൾ, കൊടിത്തോരണങ്ങൾ എന്നിവ സ്ഥാപിച്ചവർ തന്നെ ഉടൻ നീക്കം ചെയ്യണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അറിയിച്ചു. ജനുവരി 1 മുതൽ ജൂൺ 30 വരെയുള്ള കാലയളവിൽ 414 ബോർഡുകൾ, 86 ബാനറുകൾ, 6 കൊടികൾ, 19 ഹോർഡിങ്ങുകൾ എന്നിങ്ങനെ ആകെ 525 എണ്ണമാണ് നീക്കം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ മുണ്ടേരി പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ പിഴ ഈടാക്കിയത്. 6,000 രൂപയാണ് മുണ്ടേരി പഞ്ചായത്ത് ഈടാക്കിയത്. ഇവിടെ 12 ബോർഡുകളായിരുന്നു സ്ഥാപിച്ചിരുന്നത്. വേങ്ങാട് പഞ്ചായത്ത് 4,000 രൂപ പിഴ ഈടാക്കി. നഗരസഭാ തലത്തിൽ ഇരിട്ടി നഗരസഭ 10 ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് 40,000 രൂപ പിഴ ഈടാക്കി. തലശ്ശേരി നഗരസഭ 27,500 രൂപയാണ് ഈടാക്കിയത്. കണ്ണൂർ കോർപ്പറേഷനിൽ 46 ബോർഡുകളാണ് അനധികൃതമായി സ്ഥാപിച്ചത്. 2,30,000 രൂപ പിഴ ചുമത്തിയതിൽ 25,000 രൂപ ഈടാക്കി. രാമന്തളി, വേങ്ങാട്, മുണ്ടേരി ഒഴികെ ജില്ലയിലെ പഞ്ചായത്തുകൾ കൊടിതോരണങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. കൂത്തുപറമ്പ്, തലശ്ശേരി, പാനൂർ, തളിപ്പറമ്പ്, ഇരിട്ടി, പയ്യന്നൂർ ഒഴികെയുള്ള നഗരസഭകളും നീക്കം ചെയ്തിട്ടില്ല. അതേസമയം ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ വ്യാപകമായി സ്ഥാപിച്ച ഹോർഡിങ്ങുകൾ, ബോർഡുകൾ, കൊടിതോരണങ്ങൾ എന്നിവ സ്ഥാപിച്ചവർ തന്നെ സുരക്ഷിതമായി നീക്കം ചെയ്ത് ഹരിതകർമ്മസേനയ്ക്ക് നേരിട്ടോ അല്ലെങ്കിൽ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയോ കൈമാറണം. ഫുട്ബോളിന്റെ മത്സര സ്പിരിറ്റ് പോലെ തങ്ങൾ സ്ഥാപിച്ച ബോർഡുകൾ ഉത്തരവാദിത്വത്തോടെ മാറ്റി മാലിന്യ സംസ്കരണത്തിൽ മാതൃകയാകാനും യുവാക്കൾ തയ്യാറാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.